നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരണമെങ്കിൽ ചില കഠിനമായ സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടതുണ്ട്. കഠിന സാഹചര്യങ്ങൾ നമ്മെ ശക്തിപ്പെടുത്തും. കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ. അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. ആ മലമുകളിൽ വലിയ 2 പാറക്കല്ലുകൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒരു ശില്പി അവിടെ എത്തി. ലക്ഷണമൊത്ത 2 കല്ലുകൾ കണ്ട സന്തോഷത്തിൽ അയാൾ ഉളിയെടുത്ത് കൊത്താനായി വന്നു. ആദ്യത്തെ കല്ല് പക്ഷേ തന്റെ മേൽ ഉളി വെക്കാൻ സമ്മതിച്ചില്ല. തന്റെ ദേഹം നോവും എന്നായി കല്ല്. എന്നാൽ രണ്ടാമത്തെ കല്ല് അയാളോട് സമ്മതം മൂളുകയും ചെയ്തു. അയാൾ ദിവസങ്ങളെടുത്ത് ആ കല്ലിനെ കൊത്തിക്കൊണ്ടേയിരുന്നു. ഉളികൊണ്ട് കൊത്തുമ്പോഴെല്ലാം കല്ലിന് നന്നായി വേദനിച്ചു. ഇത് കണ്ട് ആദ്യത്തെ കല്ല് കളിയാക്കി ചിരിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞ് അയാൾ തിരിച്ചുപോയി. ആദ്യത്തെ കല്ല് രണ്ടാമത്തെ കല്ലിനോട് ചോദിച്ചു, അയാളുടെ ഉളികൊണ്ടുള്ള കൊത്ത് സഹിച്ചതിന് എന്തെങ്കിലും ഗുണമുണ്ടായോ? നീയും ഞാനും ഇപ്പോഴും ഈ മലമുകളിൽ തന്നെ. നീ കുറെ വേദന സഹിച്ചു, അത്ര തന്നെ. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുറച്ചുപേർ മലമുകളിലേക്ക് വരികയും അവിടെ ഒരു ദേവിയുടെ ശില്പം കൊത്തിയ കല്ലിനെ കാണുകയും ചെയ്തു. അവർ അവിടെ ഒരു അമ്പലം പണിയാൻ തീരുമാനിച്ചു. ആ അമ്പലത്തിൽ രണ്ടാമത്തെ കല്ലിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. നിരവധി ആളുകൾ അമ്പലം സന്ദർശിച്ചു. ഒരു ദിവസം ഒരാൾ തേങ്ങയുമായി വന്നു. തേങ്ങയുടക്കാൻ ഒരു കല്ല് തിരഞ്ഞയാൾ ആദ്യത്തെ കല്ലിനെ കണ്ടു. ആ കല്ലിനെ എടുത്ത് അമ്പലത്തിലിട്ടു. അതിൽ തേങ്ങയുടച്ചു. പിന്നീട് എല്ലാ ദിവസവും നിരവധി പേർ ആ കല്ലിൽ തേങ്ങയുടയ്ക്കാൻ തുടങ്ങി. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ നിന്നുമെല്ലാം ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരണമെങ്കിൽ ചില കഠിനമായ സാഹചര്യത്തിലൂടെ നാം കടന്നു പോകേണ്ടതുണ്ട്. ചിലതൊക്കെ സഹിക്കേണ്ടതുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ നമ്മെ ശക്തിപ്പെടുത്തുകയേ ഉള്ളൂ. അതെ, ചില വേദനകൾ നല്ലതിനാണ്. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.